നമസ്കാരം. ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാനമാണ് പഞ്ചായത്തുകൾ. ഗ്രാമീണ തലത്തിലുള്ള ഏറ്റവും ചെറിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. ഓരോ ഗ്രാമപഞ്ചായത്തുകളുടെയും വികസന പ്രവർത്തനങ്ങൾ അറിയുക എന്നത് ജനങ്ങളുടെ അവകാശവും. അതുകൊണ്ട് തന്നെ കേരള വിഷൻ ന്യൂസ് ഓരോ പഞ്ചായത്തുകളിലെയും പ്രസിഡന്റുമാർക്ക് തങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാനുള്ള അവസരം നൽകുകയാണ്. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ ഈ കാലയളവിൽ തങ്ങളുടെ പഞ്ചായത്തുകളിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തു, വരുംകാല പദ്ധതികൾ എന്തൊക്കെ എന്നെല്ലാം ജനങ്ങളെ കേരള വിഷൻ ന്യൂസിന്റെ എന്റെ പഞ്ചായത്തിലൂടെ അറിയിക്കുകയാണ്. ഇന്നത്തെ അതിഥികളായി നമ്മളോടൊപ്പം ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK വേണുകുമാർ, ഇടുക്കി ജില്ലയിലെ മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയ് എന്നിവരാണ്. എന്റെ പഞ്ചായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൂർണ്ണമായും കാർഷിക മേഖലയായ ആലപ്പുഴ ജില്ലയിലെ ചേപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത്. മാലിന്യ സംസ്കരണം, ആരോഗ്യം, വിദ്യാഭ്യാസം, സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ മേഖലയിൽ മികച്ച വികസനമാണ് പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ പങ്കുവയ്ക്കാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ MK വേണുകുമാറുണ്ട്. നമസ്കാരം ശ്രീ വേണുകുമാർ. പൂർണ്ണമായി കാർഷിക മേഖല, എള്ള് കൃഷി, പച്ചക്കറി കൃഷി തുടങ്ങി വിവിധ തരം കൃഷികളുള്ള ഒറ്റപ്പാടശേഖരം, 480 ഏക്കർ സ്ഥലമൊക്കെയുള്ള പഞ്ചായത്താണ്. കാർഷിക മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള പദ്ധതികൾ എങ്ങനെയാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്? കാർഷിക മേഖലയിൽ ഞങ്ങളൊരു നൂതന അധ്യായം തന്നെ രചിക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. 480 ഏക്കർ പുഞ്ച പാടത്ത് നെൽകൃഷി ചെയ്യുന്നു. എല്ലാ വർഷവും ഈ 480 ഏക്കർ പാടത്തും കൃഷി ചെയ്യുവാനുള്ള പദ്ധതി തയ്യാറാക്കി ചെറുകിട കൃഷിക്കാർക്ക് സഹായകമാകുന്ന വിധത്തിലുള്ള നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഒപ്പം ഓണാട്ടുകരയുടെ ഏറ്റവും സമ്പുഷ്ടമായിട്ടുള്ള എള്ള് കൃഷി കഴിഞ്ഞ 2 വർഷക്കാലം കൊണ്ട് ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് സമൃദ്ധിയായി ചെയ്തു വരുന്നു. 50ഓളം ഏക്കർ സ്ഥലത്ത് എള്ള് കൃഷി ചെയ്യുവാനുള്ള പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ വർഷമാണെന്നുണ്ടെങ്കിൽ ഞങ്ങള് CPCRയുമായി ബന്ധപ്പെട്ട് തീറ്റപ്പുൽ കൃഷി വ്യാപകമാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തി വരികയാണ്. കേരഗ്രാമം പദ്ധതി നമ്മുടെ പഞ്ചായത്തിൽ ഫലപ്രദമായി നടപ്പാക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ കേരഗ്രാമം പദ്ധതിക്ക് ശേഷം നാളികേര കൃഷിക്കാരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള വിത്തും വളവും നൽകിക്കൊണ്ട് കേരകൃഷിയെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതോടൊപ്പം തന്നെ NREGS പദ്ധതി പ്രകാരം ഈ കേരകൃഷിക്ക് വേണ്ടിയുള്ള ധാരാളം സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാനും പരിശ്രമിക്കുന്നുണ്ട്. എല്ലാ വാർഡിലും പച്ചക്കറി കൃഷി ചെയ്യുവാനുള്ള സമഗ്രമായ പദ്ധതികളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. NREGSന്റെ സഹായത്തോടു കൂടി സമഗ്ര പച്ചക്കൃഷി ചെയ്യുന്നതോടൊപ്പം തന്നെ വാഴകൃഷി അടക്കം പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതികൾ ധാരാളം ചെയ്തു പോകുന്നു. ഈ വർഷം നമുക്ക് കുറെ മെച്ചപ്പെട്ട നിലയിലുള്ള പദ്ധതികൾ തയ്യാറാക്കാൻ വേണ്ടി പച്ചക്കറി കൃഷിയുമായി ബന്ധപ്പെട്ട് ഒരു ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് ഫാമിംഗ് സമ്പ്രദായം തന്നെ കൊണ്ടുവരാനുള്ള പരിശ്രമമാണ് നടത്തുന്നത്. കേരളത്തിനാകെ മാതൃകയായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏതാണ്ട് 8.5 ഏക്കറോളം സ്ഥലത്ത് ഈ ഓണക്കാലത്ത് ബന്ധികൃഷി ചെയ്യുന്നു. എല്ലാ കർഷകർക്കും 72 കുടുംബശ്രീ സഹോദരിമാരാണ് ആ ബന്ധികൃഷിയുടെ മേൽനോട്ടം വഹിച്ച് കൃഷി ചെയ്യുന്നത്. വളരെ ഫലപ്രദമായി തന്നെ ആ ബന്ധികൃഷി ഞങ്ങൾക്ക് അഭിമാനകരമായ ഒരു നേട്ടം കേരള സമൂഹത്തിൽ തീർക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രദേശത്ത് സ്ത്രീകൾക്ക് വളരെ ആവേശത്തോടുകൂടി ആ കൃഷി ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ബന്ധിപ്പൂ എല്ലാവർക്കും വിറ്റഴിക്കുവാനുള്ള സഹായവും വിപണിയും കണ്ടെത്തി കൊടുക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും കാർഷിക മേഖലയിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് നടത്തിവരുന്നത്. അതുപോലെ തന്നെ ജില്ലയിൽ ഏറ്റവും നന്നായി മാലിന്യ സംസ്കരണം നടത്തുന്ന പഞ്ചായത്ത് കൂടിയാണ്. എങ്ങനെയൊക്കെയാണ് മാലിന്യ സംസ്കരണ രംഗത്ത് ഉള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചിരിക്കുന്നത്? ഞങ്ങൾ ഈ പഞ്ചായത്ത് അധികാരത്തിൽ വരുമ്പോൾ മാലിന്യ സംസ്കരണ രംഗത്ത്
ഒട്ടും മുന്നേറാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ പഞ്ചായത്ത് അധികാരത്തിൽ. പക്ഷെ ഞങ്ങൾ ഈ പഞ്ചായത്ത് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ 16 വാർഡുകളിലും അതിനുവേണ്ടിയുള്ള സമഗ്രമായ പദ്ധതികൾ തയ്യാറാക്കി. കുടുംബശ്രീയുടെ സഹായത്തോടു കൂടി വീടുകളിൽ സർവേ നടത്തി ഏതെല്ലാം വീടുകളിലാണ് കൂടിക്കിടക്കുന്ന അല്ലെങ്കിൽ മാലിന്യം മാറ്റപ്പെടേണ്ടത് എന്ന് കണ്ടെത്തി ഏതെല്ലാം വീടുകളിലാണ് മാലിന്യത്തിന് വേണ്ടി മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾക്ക് രൂപം നൽകേണ്ടത് എന്ന് ഒരു സർവേയിലൂടെ ഞങ്ങൾ കണ്ടെത്തി. ആലപ്പുഴ ജില്ലയ്ക്ക് മാതൃകയായി ആദ്യമായി ഞങ്ങൾ സമ്പൂർണമായ ക്ലീനിങ് സംവിധാനം എല്ലാ 3 മാസക്കാലം കൂടി ഇരിക്കുമ്പോഴും ക്ലീനിങ് സംവിധാനം ഏർപ്പെടുത്തി. അതിൽ NREGSന്റെ സഹോദരിമാരുടെ വലിയ സഹായം ഉണ്ടായിട്ടുണ്ട്, കുടുംബശ്രീ പ്രവർത്തകരുടെ വലിയ സഹായം ഉണ്ടായിട്ടുണ്ട്, അതേപോലെ തന്നെ പൊതുജനങ്ങളുടെ വലിയ സഹായം ഉണ്ടായിട്ടുണ്ട്. 14 വാർഡുകളിലും ഒറ്റ ദിവസം കൊണ്ട് ഏതാണ്ട് 2500ഓളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ക്ലീനിങ് നടത്തിയത്. റോഡുകളും തോടുകളും അടക്കമുള്ള എല്ലാ പ്രദേശങ്ങളും ക്ലീനിങ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. അതിലൂടെ വലിയൊരു നേട്ടം നമുക്ക് എഴുതാൻ കഴിഞ്ഞു. തുടർന്ന് നമ്മുടെ ജില്ലയിൽ തന്നെ ആ പ്രവർത്തനം ഏറ്റെടുക്കുവാൻ, നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ആ പ്രവർത്തനം ഏറ്റെടുക്കുവാൻ വിരൽ ചൂണ്ടിയത് ഞങ്ങളുടെ പഞ്ചായത്തിന്റെ പ്രവർത്തനം കൊണ്ടാണ്. ഇത് കൂടാതെ ഇപ്പോൾ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വലിയ പ്രവർത്തനം എന്ന് പറയുന്നത് കണ്ടെയ്നർ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്ലാസ്റ്റിക് സംഭരിക്കുക, MCF മിനി MCFകളും MCFകളും കൂടുതൽ നിർമ്മിച്ചുകൊണ്ട് ആ പ്ലാസ്റ്റിക് സംഭരിക്കാനുള്ള സംവിധാനം ഒരുക്കുക. അതേപോലെ തന്നെ MCFന്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള സഹായകരമായ നിലപാടുകൾ സ്വീകരിക്കുക. കണ്ടെയ്നർ നിർമ്മിക്കുന്നതോടൊപ്പം തന്നെ ഈ മാലിന്യങ്ങൾ ഇവിടെ നിന്നും കയറ്റി അയക്കുന്നതിന് വേണ്ടി, എല്ലാ മാലിന്യങ്ങളും കയറ്റി അയക്കുന്നതിന് വേണ്ടിയുള്ള സമഗ്രമായ പദ്ധതിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അത് തുടർന്ന് നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ ബയോബിന്നുകൾ. തീർച്ചയായും നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. സ്ത്രീ ശാക്തീകരണ രംഗത്തടക്കം കുടുംബശ്രീ മേഖലയടക്കം ശിങ്കാരി മേളമൊക്കെ അവിടുത്തെ സ്ത്രീകളെ അഭ്യസിപ്പിക്കുന്നുണ്ട്. സ്ത്രീ ശാക്തീകരണ രംഗത്ത് ഏതൊക്കെ രീതിയിലാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്? 210 കുടുംബശ്രീകളും സജ്ജമായി പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്താണ് ചേപ്പാട് ഗ്രാമപഞ്ചായത്ത്. 210 കുടുംബശ്രീകളിലുമായി ഏതാണ്ട് 3000-ത്തിലധികം സ്ത്രീകൾ ആ കുടുംബശ്രീയിൽ അംഗങ്ങളായിട്ടുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷം കുടുംബശ്രീയിലെ സഹോദരിമാരും ചെറുതും വലുതുമായിട്ടുള്ള ചെറുകിട സംരംഭങ്ങൾ ധാരാളം ചെയ്യുന്നുണ്ട്. മൃഗസംരക്ഷണ മേഖലയിലും കാർഷിക മേഖലയിലും ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞങ്ങൾ ഈ വർഷം ആ പദ്ധതിയുടെ ഭാഗമായിട്ട് ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് വനിതകളുടെ ഒരു കൂട്ടായ്മയിലൂടെ ഞങ്ങൾ കലാരംഗത്തേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. ശിങ്കാരി മേളം എന്ന് പറയുന്ന ഒരു പദ്ധതി രൂപകൽപ്പന ചെയ്തുകൊണ്ട് ഞങ്ങളുടെ പഞ്ചായത്തിലെ 20ഓളം സ്ത്രീകൾക്ക് ഒരു തൊഴിൽ സാധ്യത കണ്ടെത്തുവാനുള്ള സംരംഭം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെ ഈ വർഷം തന്നെ ഞങ്ങള് ഒരു നൂതന പദ്ധതി എന്നുള്ള നിലയിൽ ഈവൻ മാനേജ്മെന്റ് പദ്ധതി സ്ത്രീകളിലേക്ക് ആകർഷിപ്പിക്കുവാനും അതിലൂടെ അവർക്ക് ഒരു വരുമാനം ഉണ്ടാക്കി തീർക്കുവാനുള്ള സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയും ആവിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നൂതന സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ തരത്തിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള പദ്ധതികൾ തയ്യാറാക്കി സ്ത്രീകൾക്ക് പഠന സൗകര്യം ഒരുക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഞങ്ങളുടെ മുമ്പിലുണ്ട്. അതിനുവേണ്ടിയുള്ള പദ്ധതികൾ ഞങ്ങൾ ഈ വർഷം തയ്യാറാക്കിയിട്ടുണ്ട്. അടുത്ത വർഷവും അത്തരത്തിലുള്ള പദ്ധതികളിലേക്ക് പോകുവാൻ കൂടുതൽ സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുവാൻ വേണ്ടിയുള്ള പരിപാടികളും ഞങ്ങൾ ആവിഷ്കരിക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ എങ്ങനെയാണ്? മുത്താഴം പദ്ധതി അടക്കമുള്ള കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്ന അടക്കമുള്ള പദ്ധതികളൊക്കെ പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നുണ്ട്. ഞങ്ങളുടെ പഞ്ചായത്തിലെ 10 സ്കൂളുകളാണുള്ളത്. ആ 10 സ്കൂളുകളിൽ ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് ഗവൺമെന്റ് സ്കൂളുകൾക്കാണ്. ആ ഗവൺമെന്റ് സ്കൂളുകളിൽ 4 ഗവൺമെന്റ് LP സ്കൂളുകളുണ്ട്. ആ സ്കൂളുകളെല്ലാം തന്നെ വിദ്യാർത്ഥികൾക്ക്
വിദ്യ അഭ്യസിക്കുന്നതിന് വേണ്ടിയുള്ള സജ്ജമാക്കി കഴിഞ്ഞിട്ടുണ്ട്. കാലാകാലങ്ങളിൽ അവിടെ കുട്ടികൾക്ക് വിദ്യ അഭ്യസിക്കുന്നതിന് വേണ്ടി പദ്ധതികൾ തയ്യാറാക്കുന്നതോടൊപ്പം തന്നെ ഈ വർഷം മുതൽ ഞങ്ങൾ പ്രഭാത ഭക്ഷണ പരിപാടി മുത്താഴം എന്ന് പേരിട്ടുകൊണ്ട് 4 സ്കൂളുകളിൽ 4 ഗവൺമെന്റ് സ്കൂളുകളിലും പ്രഭാത ഭക്ഷണ പരിപാടി ആരംഭിച്ചു കഴിയുകയും അത് നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് ഉച്ചഭക്ഷണം കൊടുക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ്, രാവിലെ കുട്ടികൾ വീട്ടിൽ നിന്നും വന്നാൽ ഭക്ഷണം കഴിക്കാതെ വരുന്ന കുട്ടികൾ ഉണ്ടാകാം. അവർക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ട് വിദ്യ അഭ്യസിക്കുന്നതിന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ അവരെ ഒരു കാരണവശാലും ക്ഷീണിതരാകരുത് എന്ന് കണ്ടുകൊണ്ടാണ് മുത്താഴം പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചത്. ഈ വർഷം എല്ലാ സ്കൂളുകളിലും ഞങ്ങൾ ലൈബ്രറി ഒരുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരുടെ പുസ്തകങ്ങൾ അടക്കം, ബാലസാഹിത്യ ഗ്രന്ഥങ്ങൾ അടക്കം തന്നെ വാങ്ങി 4 സ്കൂളുകളിലും വായനാശീലം വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി 4 സ്കൂളുകളിൽ ലൈബ്രറി സൗകര്യം ഒരുക്കുന്നതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തുകളിലെല്ലാം തന്നെ ഈ 2 ദിനപത്രങ്ങൾ കുട്ടികൾക്ക് വായിക്കാൻ സൗകര്യപ്രദമായി ഈ 2 ദിനപത്രങ്ങൾ നൽകിക്കൊണ്ട് കഴിഞ്ഞ 2 വർഷക്കാലം കൊണ്ട് തുടർച്ചയായി ഈ 2 ദിനപത്രങ്ങൾ നൽകി കുട്ടികളുടെ വായന പ്രോത്സാഹിപ്പിക്കുക. അത് LP സ്കൂൾ മാത്രമല്ല, UP സ്കൂളിലുണ്ട്, ഹൈസ്കൂളിലും ഞങ്ങൾ നൽകുന്നു. അതേപോലെ തന്നെ നല്ല വിദ്യാർത്ഥികളെ കണ്ടെത്തി നല്ല നിലയിൽ വിദ്യാർത്ഥികൾക്ക് വിദ്യ അഭ്യസിപ്പിക്കുന്നതിന് വേണ്ടി, അവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടി, അവരെ ഉന്നത നിലയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള കുറേയധികം പദ്ധതികൾ വരും വർഷങ്ങളിൽ ഞങ്ങൾ ആവിഷ്കരിക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അവർക്ക് DPCയുടെ അംഗീകാരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾക്ക് ഇപ്പോ അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ആരോഗ്യ രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി പ്രതിമാസം, ഈ വർഷം മുതൽ പ്രതിമാസം ഞങ്ങൾ ആരംഭിക്കാൻ വേണ്ടി DPCയിൽ നിന്നും അനുവാദം വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ആരോഗ്യം നോക്കുന്നതിന് വേണ്ടി, അവരുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കപ്പെടുന്നതിന് വേണ്ടി എല്ലാ മാസവും PHCയിലെ ഡോക്ടർമാരും അതല്ലാതെ മറ്റ് മേഖലകളിലെ ഡോക്ടർമാരെയും അവരുടെ സഹായത്തോടു കൂടി ഒരു പരിശോധന നടത്തി അവർക്ക് വേണ്ടിയുള്ള മരുന്നുകൾ അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള കൗൺസിലിംഗ് ഇതെല്ലാം നൽകുവാനുള്ള പദ്ധതികൾക്കും ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ടോയ്ലറ്റ് സംവിധാനങ്ങൾ. ഇനി എന്തൊക്കെയാണ് ഭാവി പ്രവർത്തനങ്ങൾ ഉള്ളത്? ഏതെങ്കിലും പദ്ധതികൾ ഇനി ഗ്രാമപഞ്ചായത്തിൽ പൂർത്തീകരിക്കാനുണ്ടോ? ഞങ്ങളുടെ പദ്ധതികൾ പൂർത്തീകരിക്കാനുള്ള പദ്ധതികൾ എന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുമായി ബന്ധപ്പെട്ട് കുറേയധികം പദ്ധതികൾ ഞങ്ങൾ ആരംഭം കുറിച്ചിട്ടുണ്ട്. PHCയുടെ പ്രവർത്തനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങളിപ്പോ സാമൂഹ്യക്ഷേമ കുടുംബാരോഗ്യ ക്ഷേമമാക്കി മാറ്റുന്നതിന് വേണ്ടി പദ്ധതി തയ്യാറാക്കി. ആ പദ്ധതിയുടെ പൂർത്തീകരണത്തിനാണ് ഇപ്പോൾ ഞങ്ങൾ ഏതാണ്ട് ഈ മാസം തന്നെ ഞങ്ങൾക്കത് പൂർത്തീകരിക്കപ്പെടാൻ കഴിയും എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം, ഈ മാർച്ച് മാസം 31-ാം തീയതിക്ക് മുമ്പ് അത് പൂർത്തീകരിക്കപ്പെടാൻ കഴിയുമെന്ന് ഞങ്ങൾ ആശിക്കുകയാണ്. അതേപോലെ തന്നെ സമ്പൂർണമായ ഒരു ആരോഗ്യ സർവേ നടത്തുവാൻ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. 6880 കുടുംബങ്ങളിലെയും APL BPL വ്യത്യാസം കൂടാതെയുള്ള ജനങ്ങളുടെ ആരോഗ്യസ്ഥിതി സംസ്ഥാന ഗവൺമെന്റ് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന രീതികളെ അവലംബിച്ചുകൊണ്ട് തന്നെ ഞങ്ങളൊരു മെഗാ ഡയറക്ടറി ഉണ്ടാക്കുവാൻ, ആരോഗ്യ മേഖല ഓരോ മനുഷ്യരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെ, അവരുടെ ആരോഗ്യ നിലവാരം എങ്ങനെ, അവരുടെ രോഗത്തെ സംബന്ധിച്ച്, അവരുടെ ചികിത്സാ രീതികളെ സംബന്ധിച്ച്, അവരുടെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് ഒരു വലിയ ഡയറക്ടറി തന്നെ നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ കുടുംബങ്ങളെയും ആളുകളുടെ ഡയറക്ടറി ഒരു രേഖ തന്നെ തയ്യാറാക്കി എന്നതിന് വേണ്ടി ഞങ്ങൾ ഇപ്പോ അതിനുള്ള സർവേ ആരംഭിക്കാൻ പോവുകയാണ്. ആ സർവേക്ക് വേണ്ടിയുള്ള പ്രാഥമിക പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന് DPCയുടെ അംഗീകാരവും ഞങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. അത് ഈ മാർച്ച് മാസം 31-ാം തീയതിക്കുള്ളിൽ തന്നെ അത് പ്രാവർത്തികമാക്കാനുള്ള പരിശ്രമം നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ മാലിന്യ സംസ്കരണത്തിനോട് ഉതകുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അതിന് സഹായകരമായ നിലയിലുള്ള കമ്മ്യൂണിറ്റി കോംപ്ലക്സുകൾ നിർമ്മിക്കുവാനും ഒക്കെ ഞങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോ ഞങ്ങളൊരു ലാബ് ആരംഭിക്കുവാൻ വളരെ കുറഞ്ഞ ചെലവിൽ സൗജന്യമായി വളരെ ചെറിയ തോതിൽ പരിശോധന നടത്തുവാൻ വേണ്ടി
ഉള്ള ഒരു ലാബ് എന്റെ പണി ജനകീയ പങ്കാളിത്തത്തോടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ആ ലാബ് ഞങ്ങൾ നിർമ്മിക്കുന്നത് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചൊന്നുമല്ല. ഞങ്ങളുടെ ജനകീയ പങ്കാളിത്തത്തോടുകൂടിയാണ് ആ ലാബിന്റെ പ്രവർത്തനം ലാബ് പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ലാബിന്റെ പണി ഏതാണ്ട് ഈ മാസം കൊണ്ട് പൂർത്തീകരിക്കും. ഈ മാസം കൊണ്ട് തീർച്ചയായിട്ടും നിരവധി മേഖലയിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് നടത്തിവരുന്നത്. ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ചേപ്പാട് ഗ്രാമപഞ്ചായത്തിന് നടത്തി വരാനുണ്ട്. ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK വേണുകുമാറാണ് പഞ്ചായത്തിന്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ പങ്കുവച്ചത്. വരും വർഷങ്ങളിലും ജനഹിതം ഉചിതമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ശ്രീ MK വേണുകുമാർ. ഇനി ഒരു ഇടവേള അനിവാര്യമാണ്. ഇടവേളയ്ക്ക് ശേഷം നമ്മളോടൊപ്പം ചേരുന്നത് ഇടുക്കി ജില്ലയിലെ മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയാണ്. മരിയാപുരം പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്ക് കടക്കുമ്പോൾ ഒരു ഇടവേള.